നിക്കടാ കഴിവറ മോനെ അവിടെ. എടാ ഞാനേ അവനോട് ചോദിക്കാം. നിങ്ങളൊക്കെ ആരാ? നിനക്ക് മാളവിക അറിയാവോ? മാളവിക അതാരാ? നിനക്കറിയത്തില്ല പുല്ലേ. ഇങ്ങോട്ട് മാറടാ. ഓ, നീ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് പെണ്ണെ അറിയത്തില്ലേ? ഏത്? ആ അറിയാം. നിങ്ങൾ അവിടെ ആരെങ്കിലും ആണ്? അതുകൊണ്ടല്ലേ ഞങ്ങൾ ചോദിച്ചത്. നീ ഇനി അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താല് കടക്കകത്തിട്ട് പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. പോടാ പുല്ലേ. ഇന്ന് കട തുറന്നില്ല. എടാ ആൽബിയെ കണ്ടില്ലല്ലോ അവിടെ. അവനോ? അവൻ പുതിയ ഏതോ ലൈൻ സെറ്റാക്കാൻ പോയിരിക്കുമായിരിക്കും. മനുഷ്യൻ ഇവിടെ ചത്ത് കിടന്ന് പണിയെടുത്തിട്ട് ഒരുത്തി പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവനൊക്കെ എങ്ങനെ വളച്ചെടുക്കുന്ന ഓരോന്നിനും. ആ വന്നല്ലോ വനമാല. വീട്ടിൽ പെട്ടുകൊണ്ടാലും ചാവാത്തൊരു ജന്തു. ആ സിഗിങ്ങവരാ നീ ഇത്രയും വെച്ചാൽ മതി. ഹോ, അവളുമാരെടുക്കലും ഊരി പോരാൻ പറ്റ പാടേ. ഒരു സുഖത്ത് കളിക്കാനായിട്ട് സുഖം കിട്ടണില്ല. നീ എങ്ങനെയാടാ ഇത്ര പെട്ടെന്ന് പെണ്ണുങ്ങളെയൊക്കെ വളർത്തിയെടുക്കുന്നേ? ഇവനാണെങ്കിൽ നമ്മുടെ അത്ര സൗന്ദര്യം പോലും ഇല്ല. ഞാനൊക്കെ എന്തുമാത്രം പണിയെടുക്കുന്നുണ്ടോ എന്നത്ര വളയ്ക്കാൻ. ഇങ്ങനെ സാധിക്കുന്നു എന്തോ. അതൊക്കെ ഒരു ട്രിക്കാ. ചാടിക്കേറി ഐ ലവ് യു എന്നൊന്നും പറഞ്ഞാൽ പെണ്ണുങ്ങൾ വീഴില്ല. ആൽവി, നിന്റെ കൂടെ ഇന്നലെ കണ്ട പീസ് ഏതാടാ? അത് 2 ദിവസം മുന്നേ സെറ്റാക്കിയതാ. ഓ, എന്താടാ അവളുടെ പേര്? അവളുടെ പേരാണ് മാളവിക. ഞാൻ മാളു എന്നാ വിളിക്കാറ്. ഓ മ്യാലു. എന്തോ ഒരു ഒലിപ്പിരാ നോക്കിയേ. പ്ലീസ് 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 ഞങ്ങളോടും കൂടെ ഒന്ന് പറ. എങ്ങനെ സാധിക്കുന്നത്? പറഞ്ഞിട്ട് പോയാണ്. എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞ പെണ്ണിന്റെ പുറകെ നടക്കരുതെന്ന്. നിനക്ക് എന്നാത്തിന്റെ കുത്തിക്കടപ്പാടാ? നിനക്ക് കിട്ടിയതും പോടാ. ഞാൻ പറഞ്ഞിട്ട് വയ്യാവിലൊന്നും തല വെച്ചേക്കരുന്നു. കൊള്ളണം. രഞ്ചു കുടിച്ചിട്ട് ആക്കുന്നില്ലേ പാട്ടി. ഞാൻ ജീവനോടെ ഉള്ളപ്പോ അവളെ നരയിക്കാൻ ഞാൻ സമ്മതിക്കച്ചടാ. എഴുന്നേറ്റ് വാ ഇങ്ങോട്ട്. ആശാൻ ഇവ മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കില്ല. ഇങ്ങോട്ട് ആശാനെ, അവരെ നമ്മൾ പറയാൻ മനസ്സിലായിക്കോളാം. അയ്യോ എന്താ കൈ